ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഒരു മാഞ്ചസ്റ്റർ ഷിപ്പ് കനാലിൻ്റെ നിർമ്മാണമായി തുടങ്ങിയ രണ്ട് സിറ്റികൾ തമ്മിലുള്ള റൈവൽറി അത് പിന്നീട് 1800-കളിലൊക്കെ ഫുട്ബോളിലോട്ടും എത്തിപ്പെട്ടു. ഇന്നും നമുക്കത് കാണാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന രണ്ട് ക്ലബ്ബുകളെ കുറിച്ചിട്ടാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ലിവർപൂൾ. അതെ, വീണ്ടും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ വരാൻ പോവുകയാണ്. ഇപ്രാവശ്യം അത് നടക്കാൻ പോകുന്നത് ചെകുത്താന്മാരുടെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഓൾഡ് ട്രഫോർഡിലാണ്. ഈ കളി നമ്മൾ ജയിക്കും, ഈ കളി നമ്മളെ ജയിക്കും. ഞാനത് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം 10 വർഷത്തിന് ശേഷം വി ആർ ഗോയിങ് ടു ഡു ദ ഡബിൾ ഓവർ ലിവർപൂൾ ഇൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. 1990-കൾക്ക് മുമ്പ് ലിവർപൂളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചതെങ്കിൽ സർ അലക്സിൻ്റെ വരവോടുകൂടി 1991 ശേഷം അതിൽ മാറ്റം വന്നു. 2014 വരെ നമ്മൾ ലിവർപൂളിനെ ശരിക്ക് കുക്ക് ചെയ്തുകൊണ്ട് നമ്മളായിട്ട് അടക്കി ഭരിച്ചു. അതിൻ്റെ ഫുൾ ഫ്രസ്ട്രേഷൻ ഇപ്പോഴും പല ലിവർപൂൾ ഫാൻസിൻ്റെ സൈഡിൽ നിന്നും കാണാൻ പറ്റും. 2014 മുതൽ കഥ മാറി, അവർ വീണ്ടും ലീഗ് ടൈറ്റിൽസ് അടിച്ചു. ഇപ്പോൾ അതാ രണ്ട് ടീമിനും 20 ലീഗ് ടൈറ്റിൽസ്. തുല്യ ശക്തികൾ, ജൈജാൻറ്റിക് ഫുട്ബോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോക ഫുട്ബോളിലെ ഫാൻ ബേസുകളുടെ എണ്ണം എടുത്താൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള രണ്ട് ക്ലബ്ബുകൾ. അപ്പോൾ അവർ തമ്മിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും റൈവൽറി ഭയങ്കര സ്ട്രോങ് ആവും. പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ഇതൊരു സാധാ മാച്ചാണ്. കാരണം രണ്ട് ക്ലബ്ബുകളും ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് നേടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഈ മാച്ചിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫാൻസിനുള്ള മാച്ചാണ്, ഇത് ഫാൻസിൻ്റെ അഭിമാനത്തിൻ്റെ മാച്ചാണ്, ഇത് ഫാൻസിനുള്ള പ്രസ്റ്റീജിയസ് മാച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ വന്നാലും ഈ രണ്ട് ക്ലബ്ബുകൾ കളിച്ചു കഴിഞ്ഞാൽ ഫാൻസ് എപ്പോഴും ഈ കളി കാണും. അവിടെ ബാൻഡർ ഉണ്ടാവും, കളിയാക്കലുകളൊക്കെ ഉണ്ടാവും, സന്തോഷം, സങ്കടം, എല്ലാ ഇമോഷൻസും ഒരു റോളർ കോസ്റ്റർ മോഡ് പോലെ വരുന്ന ഒരു മാച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഇഞ്ചുറീസിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. അതിനുശേഷം രണ്ട് ടീമിന് ഫോമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എക്സ് ഫാക്ടർ പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടേബിൾ നോക്കാം. കാരണം ടേബിളൊക്കെ നോക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതിനു മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും പുതിയ ആൾക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ഡീപ്പ് ഈ വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ട് മുമ്പേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ഏതാണ്? നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ബെസ്റ്റ് കോമെൻറ്റ്സ് വിൽ ബി റിവീൽഡ് ഓർ ഡിസ്കസ്ഡ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഇനി ഇഞ്ചുറീസ്. ഈ കളിയിലോട്ട് വരുമ്പോൾ വലിയൊരു ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് സല ഈ കളി കളിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം മുഹമ്മദ് സലയുടെ ലാസ്റ്റ് ഗെയിം ആയിരിക്കും ഇത് ഓൾഡ് ട്രാഫോർഡിൽ കളിച്ചിരുന്നെങ്കിൽ. ആൻഡ് ഇമാജിൻ മുഹമ്മദ് സല ലാസ്റ്റ് ഗെയിമിൽ ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് തോറ്റു പോകുന്നത്. ഐ റിയലി വാണ്ടഡ് ദാറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സലയില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആലിസൺ പിന്നെ മമദഷ്വലി പറഞ്ഞ ഗോൾ കീപ്പേഴ്സ് അവർക്ക് മിസ്സിംഗ് ആണ്. അവരുടെ ഇൻഫോം സ്ട്രൈക്കറായിട്ടുള്ള എക്കിറ്റിക്ക് കളിക്കുന്നില്ല. പക്ഷേ അവർക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആർനെ സ്ലോട്ടാണ് അവരുടെ കോച്ച് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹീ ക്യാൻ ഡു സം മാജിക് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഫോമിലാണ് മൂപ്പർ. 500 മില്യൺ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളെക്കാളും താഴെയാണെങ്കിലും ഹീസ് ഡൂയിങ് മാജിക്. ഇപ്പുറത്ത് കാരിക്കാണ്. കാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ട് ഇങ്ങനെ റിസൾട്ട് വൈസ് പറത്തുകയാണ്. കാരണം ഇപ്പോൾ ലീഗ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ കാരിക്ക് വന്നതിന് ശേഷം നമ്മളും ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിയർ കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും പിച്ചിൽ. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇഞ്ചുറീസ് വൈസ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് കുനിയ, അതേപോലെ തന്നെ ഡോർഗു, ഷോ എല്ലാവരും ഫിറ്റാണ്. നമുക്കില്ലാത്ത പ്ലേയേഴ്സ് മാർട്ടിനസ് മേജർ മിസ്സാണ്, ആൻഡ് ഡിലിറ്റ്, ഇവർ രണ്ടുപേരാണ് ഇല്ലാത്തത്. രണ്ട് ടീമിന് ഫോം ഈക്വലാണ്. കഴിഞ്ഞ 5 മത്സരം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടീമും കട്ടയാണ്. പോയിൻറ്റ്സ് ആയാലും വിജയങ്ങളായാലും തോൽവിയാണെങ്കിലും സമനിലയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തുല്യ ശക്തികൾ തമ്മിലുള്ള മാച്ചാണ്. ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ പ്യുവർ ഇൻറ്റൻസിറ്റി, ഫിസിക്കാലിറ്റി, അഗ്രഷൻ. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു മാഞ്ചസ്റ്റർ കുപ്പായം ഞാൻ ധരിക്കുന്നു അല്ലെങ്കിൽ ലിവർപൂൾ കുപ്പായം ഞാൻ ധരിക്കുന്നു എന്ന അഭിമാനം വെച്ച് കളിച്ചാൽ മാത്രമാണ് ഈ കളി ജയിക്കുള്ളൂ. ഇതിൽ ടാക്ടിക്സിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. ദിസ് ഈസ് rivalry, this is a derby, this is arch rivals for Liverpool and Manchester United. പിന്നെ ടേബിളിലോട്ട് പോവാം. ടേബിളൊക്കെ നോക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന്. ടേബിളിൽ നമ്മൾ 3ാമതാണ്, ലിവർപൂൾ നിൽക്കുന്നത് 4ാമതാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഹോം റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 17 മത്സരങ്ങളിൽ 11 വിജയം, 3 ഡ്രോ, 3 തോൽവി, വിത്ത് 13 ഗോൾ ഡിഫറൻസ് ആണുള്ളത് നമുക്ക്. സോ വി ആർ ഇൻ എ ഗുഡ് ഫോം. എവേ റെക്കോർഡ് ലിവർപൂളിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഇപ്പോൾ നിൽക്കുന്നത് 6ാമതാണ്. അവർ കളിച്ച 17 മത്സരങ്ങളിൽ 7 ജയം, 3 സമനില, എന്നാൽ 7 തോൽവി അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എവേ. അതിന് കൂട്ടത്തിൽ അവരുടെ എവേ റെക്കോർഡിൻ്റെ ഗോൾ ഡിഫറൻസ് -1 ആണ്. വിച്ച് മീൻസ് ക്ലിയർ ഫേവറേറ്റ്സ് ആർ
മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി എക്സ് ഫാക്ടർ പ്ലേയേഴ്സ്. എൻ്റെ എക്സ് ഫാക്ടർ പ്ലെയർ ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. തീർച്ചയായിട്ടും ദ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ. ഈ കളിയിൽ ബ്രൂണോ ഫെർണാണ്ടസ് എത്ര അസിസ്റ്റ് നേടും? അതാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്ന സംഭവം. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് ഇറ്റ്സ് സോബോസ്ലായ്. കാരണം സോബോസ്ലായ് ഇല്ലെങ്കിൽ ലിവർപൂൾ ഈ സീസണിൽ എവിടെ കിടക്കും എന്നുള്ളത് ഒരു പിടുത്തമില്ല. അത്രയ്ക്ക് ഇൻഫോമിലാണ് സോബോസ്ലായ് കളിച്ചിരുന്നത്. അല്ലെങ്കിൽ അവരുടെ ടാലിസ്മാൻ ഈ സീസണിൽ പറയാനുള്ളത് സോബോസ്ലായ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തത്. ഇനി സ്കോർ പ്രഡിക്ഷൻ, എല്ലാവരുടെയും ഇൻട്രസ്റ്റിംഗ് പാർട്ട് അല്ലേ. ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള കളികൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ കഴിഞ്ഞ 10 മത്സരങ്ങൾ 40 ഗോളാണ് ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് പെർ മാച്ച് 4 ഗോളാണ് ഇവർ അടിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഐ ഫീൽ ദിസ് വിൽ ബി എ ക്ലാസിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മാച്ച്. എൻ്റെ പ്രഡിക്ഷൻ ഈസ് 3-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒരു ലാസ്റ്റ് മിനിറ്റ് കുനിയ ഗോൾ ബൈ ബ്രൂണോ ഫെർണാണ്ടസ് ഫോർ അസ്. ഒരു ഫെർഗി ടൈം വിന്നർ. അതാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? എൻ്റെ പ്രഡിക്ഷൻ അങ്ങനെ തന്നെ ആയി കാണണം എന്നുള്ള ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. അതിന് കൂടുതൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രഡിക്ഷൻ, സ്കോർ പ്രഡിക്ഷൻ താഴെ കോമെൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. അതുവരയ്ക്കും എന്താ പറയുക, ഗ്ലോറി ഗ്ലോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലെറ്റ്സ് ഗോ വിൻ ദിസ് മാച്ച്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറന്ന് കോമെൻറ്റ് ചെയ്തോ. കാരണം ഇത് നമ്മൾക്കുള്ള റൈവൽറിയാണ്, ഇത് നമ്മൾക്കുള്ള മാച്ചാണ്. ദിസ് ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ അറ്റ് നമ്മുടെ ചെങ്കോട്ട ഓൾഡ് ട്രാഫോർഡ്. സീ യു ഗൈസ്.